ചിക്കൻ റൈസ് കഴിക്കാനുള്ള കൊതിയായിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ഒരു ചാൻസ് ഒത്തു വന്നത്. ഹസ്സിനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഞാനും വലിഞ്ഞു കയറി പോകാമെന്ന് തീരുമാനിച്ചു. വടകരയിൽ നിന്നും ഡെയിലി രാവിലെ 9:50 ഒരു ട്രെയിന് മാത്രമേ തിരിച്ചിട്ടുള്ളൂ. ഹസ്സിൻ്റെ ഓഫീസ് അവിടെയാണ്. കുറേ കാലമായി ട്രെയിനിൽ കുറേ ദൂരം ഇങ്ങനെ ഒരു യാത്ര പോയിട്ട്. പാലക്കാട് വരെ സംസാരിച്ച് മാത്രം ഇരുന്ന ഞങ്ങൾ പിന്നെ പാലക്കാട് എത്തിയപ്പോൾ പാലക്കാടിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ തുടങ്ങി. നൈറ്റ് 10 തിരിച്ചെത്തിയ ഞങ്ങൾ ഹോട്ടലൊക്കെ എടുത്ത് ഫ്രഷായി ചിക്കൻ റൈസ് തിന്നാൻ വേണ്ടി ഓടാൻ തുടങ്ങി. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. 2-3 വർഷമായി ചിക്കൻ റൈസ് കഴിച്ചിട്ട്. ചെന്നൈയിൽ ജോബുള്ള ടൈമിൽ എപ്പോഴും ചിക്കൻ റൈസ് ആയിരുന്നു ഫേവറേറ്റ്. പിറ്റേന്ന് രാവിലെ നല്ല മസാല ദോശയും ഒരു കേക്കും കഴിച്ച് മീറ്റിങ്ങിന് പോയി. 2 ഡേയ്സ് മാത്രമായിരുന്നു ഞങ്ങൾ തിരിച്ചേക്ക് വന്നത്. കാരണം ഹസ് ഓൾറെഡി നാട്ടിലേക്ക് ലീവിന് വന്നതാണ്. ഇനി കുറച്ച് ഡേ കൂടെ ബാക്കിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഉള്ള 2 ഡേയ്സ് എവിടെയെങ്കിലും കറങ്ങാമെന്ന് കരുതി നേരെ തഞ്ചാവൂർക്ക് ബസ് കയറി. നേരെ പോയത് തഞ്ചാവൂർ പെരിയ കോവിലേക്കാണ്. ഏറ്റവും പ്രധാന പ്രത്യേകത എന്തെന്നാൽ യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി ഈ ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തറയിൽ നേലുകൾ പതിക്കാത്ത ലോകത്തിലെ തന്നെ ഏക നിർമ്മിതിയാണ് ബൃഹദീശ്വര ടെമ്പിൾ. ശിവനെ ലിംഗരൂപത്തിൽ ആരാധിക്കുന്ന തഞ്ചാവൂർ ക്ഷേത്രത്തിന് പെരുവുടയാർ കോവിൽ എന്നും വിളിപ്പേരുണ്ട്. ആദ്യ കവാടമായ മറാത്ത എൻട്രൻസിലെ മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്വാധീനം ക്ഷേത്രത്തിൻ്റെ പേര് മാറിയതിലുമുണ്ട്. മറാത്ത ശക്തികാലത്താണത്രേ ബൃഹദീശ്വര ക്ഷേത്രം എന്ന പേര് വീണത്. ചുമരിലൊക്കെ ഏതോ ഭാഷയിൽ എന്തൊക്കെയോ കൊത്തിവെച്ചിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. ശരിക്കും ഒരു ദിവസം മുഴുവൻ വേണം കേട്ടോ ഇതൊന്ന് ചുറ്റി നടന്നു കാണാൻ തന്നെ. നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെ എനിക്കവിടെ ഫീൽ ചെയ്തു.
കഴിച്ച് ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. പിന്നെയും ചിക്കൻ റൈസ് തന്നെ. ഇന്നത്തെ ഡേ മൊത്തം ഞാൻ ചിക്കൻ റൈസ് മാത്രമേ കഴിച്ചുള്ളൂ. ഇനി എപ്പോഴാണ് കിട്ടുകയെന്ന് അറിയാത്തതുകൊണ്ട് വേണ്ടത്ര കഴിച്ചു. പുലർച്ചയ്ക്ക് 4:30 ട്രെയിൻ ബുക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ. അതിനായി രാവിലെ തന്നെ റെഡിയായി സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ കയറി കുറച്ച് ഉറങ്ങുകയും ചെയ്തു. കഴിഞ്ഞുപോയ ഈ ഒരു ചെറിയ ട്രിപ്പ് ഓർത്ത് പുറത്തേക്ക് നോക്കി അടുത്ത ട്രിപ്പുകൾ പ്ലാൻ ചെയ്തുകൊണ്ട് നിന്നു. ചിലപ്പോൾ പ്ലാനിങ് മാത്രമേ കാണുള്ളൂ, എന്നാലും പ്ലാൻ ചെയ്യാലോ.